ഇപ്പോൾ മിക്ക വീടുകളിലെയും ഇഷ്ട വിഭവങ്ങളിലൊന്നാണ് ചപ്പാത്തി. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ചപ്പാത്തി ഇഷ്ടമാണല്ലേ. അതുപോലെ തന്നെ അധികം കേടുകൂടാതിരിക്കാനും ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ ചപ്പാത്തി നല്ലതാണ്. അപ്പം ഇന്നത്തെ വിഭവം ചപ്പാത്തി അല്ല, പക്ഷേ ചപ്പാത്തി മാവ് കഴിക്കാനുള്ളൊരു ഉപകരണത്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കൂടാതെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആണുള്ളൊരു ടിപ്പും. ഞാനിപ്പോൾ കണ്ടോ ചപ്പാത്തി ഇട്ടിട്ട് ഒന്ന് ബബിൾ വന്നപ്പോൾ മാത്രമേ തിരിച്ചിട്ടുള്ളൂ. ചപ്പാത്തി ഒരിക്കലും ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടരുത്, ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. പല ആൾക്കാരെയും പരാതിയാണ് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയാലും കട്ടിയായി പോകുന്നു, ഹാർഡാവുന്നു എന്ന്. അപ്പോൾ കണ്ടോ ഇപ്പോൾ ഈ സൈഡ് ബബിളൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ അങ്ങോട്ട് മറിച്ചിടാൻ പാടുള്ളൂ. ബബിൾ വരുമ്പോൾ മറിച്ചിടുക. ആകെ 2 പ്രാവശ്യം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ചപ്പാത്തി മറിച്ചിടാൻ പാടുള്ളൂ. നല്ല ചൂടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഫുൾ കെ എന്നല്ലാതെ തന്നെ സൂപ്പർ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിൽസ്ബറിത്തെ പോലെ തന്നെ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ലേഡീസിന് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ചപ്പാത്തിക്ക് മാവ് കഴിക്കുക എന്നുള്ളത്. കയ്യിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർക്കൊക്കെ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയ ഒരു ഉപകരണത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിലെങ്ങനെയാണ് ചപ്പാത്തി കഴിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ബോഷിൻ്റെ കിച്ചൺ മെഷീനാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ലിങ്ക്. ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്ക് മാത്രമേ ഒന്ന് കുഴയ്ക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരു ബൗളുമുണ്ട്, നമ്മുടെ ആ ബ്ലേഡുമുണ്ട് കേട്ടോ. ചപ്പാത്തിക്ക് കുഴയ്ക്കാനുള്ള ബ്ലേഡുമുണ്ട്. 3 കപ്പ് വീറ്റ് ഫ്ലോറാണ് എടുക്കുന്നത്. ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ചപ്പാത്തി വേണം, അതുകൊണ്ട് 3 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു സ്പൂണോ തവയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഞാൻ അങ്ങനെ മിക്സ് ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ ആ ബ്ലേഡ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് അവിടെയുള്ള നോബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ബ്ലാക്ക് കളർ സാധനത്തിന് വെച്ച് ആദ്യം ആ ലിഡിനെ അവിടെ വെച്ച് അമർത്തുക. എന്നിട്ട് നമ്മുടെ ബ്ലേഡും കൂടി ഇട്ട് കൊടുക്കുക. ബ്ലേഡ് മൂർച്ചയുള്ള ഒന്നല്ല കേട്ടോ, ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കാനുള്ളതായതുകൊണ്ട്. ഇനി ഈ ബൗളിനെ അതിൽ വെച്ചിട്ട് ലോക്ക് കറക്റ്റ് ആയിരിക്കണം. ലോക്ക് ഇടുക, ജസ്റ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒരു മിനിറ്റ് ഇല്ല, നീക്കാൾ താഴെ ഒന്ന് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പൊക്കെ എല്ലാവിടെയും പിടിക്കാനായിട്ട് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. 3 കപ്പിന് 1.5 കപ്പ് വെള്ളത്തോളം ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് വേണം. വെള്ളം പെർഫെക്റ്റ് ആയാലേ നമ്മുടെ ഡോ കറക്റ്റായി വരുള്ളൂ. ഇനി നോക്കിക്കോളൂ, അടിപൊളിയായിട്ട് 5 മിനിറ്റ് താഴെ വേണ്ടു സൂപ്പറായിട്ട് ചപ്പാത്തി ഡോ കിട്ടാനായിട്ട് കേട്ടോ. എനിക്കിത് വളരെയധികം ഈ മെഷീൻ യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. രാവിലെയൊക്കെ പെട്ടെന്ന് ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ട് നിൽക്കണ്ട, ചുടുവെള്ളത്തിലൊന്നും കുഴക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നല്ല സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തിയാണ്. ആദ്യം ഉണ്ടാക്കിയ ചപ്പാത്തിയിൽ ഇതുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. കുറച്ച് എണ്ണയും കൂടി ഇടയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സായി വന്നപ്പോൾ ആദ്യം തന്നെ വെള്ളമൊക്കെ പെർഫെക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ഡോ. എല്ലാം മിക്സായിട്ട് നല്ല സോഫ്റ്റാണ്, സൂപ്പർ സോഫ്റ്റാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഞാനിതാ ഓഫ് ചെയ്ത് ജസ്റ്റ് ആ നോബിനെ അവിടെ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ മുകളിലേക്ക് വരും. കണ്ടോ, ആ ബ്ലേഡിലൊന്നും ഒരു തരി പോലും പിടിച്ചിട്ടില്ല. നല്ല സൂപ്പർ സോഫ്റ്റ്. അതിനെ ഊരിയെടുക്കുകയും ചെയ്തു. അത് കഴുകിയിട്ട് നന്നായി തുടച്ച് വയ്ക്കുക കഴുകിയതിന് ശേഷം. കണ്ടോ, നല്ല സൂപ്പർ സോഫ്റ്റ് ആട്ടോ മാവ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും. കുറച്ച് ഓയിലും കൂടി ഞാൻ ജസ്റ്റ് മുകളിലാക്കിയിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, എത്ര ഈസി ആയിട്ടാണ് ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ബൈ.